സോ ഇതിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ശാംഭവി മഹാമുദ്ര എന്ന് പറഞ്ഞൊരു ക്രിയയാണ്. സോ ഒരു ക്രിയയാണ് പഠിപ്പിക്കുന്നതെങ്കിലും ലൈഫിൻ്റെ എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ചും സദ്ഗുരു ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് വെച്ചാൽ ക്രിയയെക്കുറിച്ച് മാത്രമല്ല. കാരണം നമ്മളൊരു ക്രിയ പഠിപ്പിക്കുകയാണെങ്കിലും അതിലൊരു എക്സ്പീരിയൻസ് കിട്ടുമെങ്കിലും ലൈഫിൻ്റെ എല്ലാ ആസ്പെക്റ്റിനെയും നമ്മൾ കവർ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ഓവറോൾ വെൽബീയിങ് ഒരിക്കലും നടക്കില്ല. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാർ നമുക്കുണ്ടെങ്കിൽ കാറിന് 4 ചക്രങ്ങളുണ്ട്. സോ ഈ 4 ചക്രങ്ങളും ഒരേ ദിശയിൽ പോവുകയാണെങ്കിൽ മാത്രമേ കാർ മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ 2 ചക്രങ്ങൾ മുന്നോട്ടും 2 ചക്രം പിറകിലോട്ടും പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാർ ഒരിക്കലും ഓടാൻ പോകുന്നില്ല. സോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യഘടനയും. 4 ചക്രങ്ങളുണ്ട്. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഊർജ്ജം. ഈ 4 കാര്യങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ലൈഫ് ക്യാൻ ബിക്കം വെരി എഫേർട്ട്ലെസ്. ഇറ്റ് ക്യാൻ ബിക്കം വെരി വെരി എഫേർട്ട്ലെസ്. സോ ആ ഒരു എഫേർട്ട്ലെസ്നെസ്, ആ ഒരു പ്രോസസ്സിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇന്നർ എഞ്ചിനീയറിംഗ്. സോ ഞാൻ പറഞ്ഞതുപോലെ ഊർജ്ജത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ക്രിയ പഠിപ്പിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളൊരു വളരെ സിമ്പിളായിട്ടുള്ള പ്രിപ്പറേറ്ററി പ്രാക്ടീസസ്, ഹഠയോഗയുടെ ചില പ്രിപ്പറേഷൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സോ ദാറ്റ് ബോഡി ബിക്കംസ് മോർ കംഫർട്ടബിൾ. കാരണം നമ്മൾ എത്ര ക്രിയ പഠിക്കുകയാണെങ്കിലും ശരീരം കംഫർട്ടബിൾ ആയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ മാനസികവും നമ്മുടെ വൈകാരികവുമായ തലങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചില ടൂൾസും കൂടെയുണ്ട്. സോ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്.